നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 ആണ്. സോ മൊഡ്യൂൾ 4 വരുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡൊമൈൻസ് ആണ്. അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് എന്തിനാണ് റെഫർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയാസ് ഓഫ് നോളജ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു എക്സ്പെർട്ടൈസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് റെഫർ ടു സ്പെസിഫിക് ഏരിയാസ് ഓഫ് നോളജ് ഓർ എക്സ്പെർട്ടൈസ് ദാറ്റ് ദ സിസ്റ്റം ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് വിത്ത്. അല്ലെങ്കിൽ ഒരു സിസ്റ്റം എക്സ്പെർട്ടഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഏതൊരു ഏരിയയിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പേസിനെ അതിനൊക്കെയാണ് എന്ത് പറയുക, ഡൊമൈൻ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ വരുന്നതാണ് ഡൊമൈൻ നോളജ് എന്ന് പറഞ്ഞാൽ. So this is the core knowledge base that the expert system or learning system relies on to make decisions or provide information. അതായത് ഡൊമൈൻ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോർ നോളജ്. അതായത് ഒരു എക്സ്പേർട്ട് സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലേണിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, അത് നമ്മൾ ഡിസിഷൻസ് മേക്ക് ചെയ്യാനും ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ഒരു സിസ്റ്റത്തിൻ്റെ ടാസ്ക് എന്താണോ, അല്ലെങ്കിൽ അതിന് വേണ്ടത് എന്താണോ, ചെയ്യാൻ പോകുന്നത് എന്താണോ, അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഡൊമൈൻ നോളജ് ആർക്ക് വേണം, ആ സിസ്റ്റത്തിന് വേണം. അതുകൊണ്ടാണ് ഈ ഡൊമൈൻ നോളജ് എന്ന് പറയുമ്പോൾ അതൊരു കോർ നോളജ് ആണെന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ എക്സ്പേർട്ട് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. സോ മെഡിക്കൽ എക്സ്പേർട്ട് സിസ്റ്റം ആണെങ്കിൽ അതിന് എന്തൊക്കെ വേണം, ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, മെഡിക്കൽ ഫാക്ട്സിനെ പറ്റി, അതിൻ്റെ സിംറ്റംസിനെ പറ്റി, അതിൻ്റെ ഡയഗ്നോസിസ് പറ്റി, അതേപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഇതൊക്കെ ആർക്ക് അറിഞ്ഞിരിക്കണം, ആ ഒരു പെർട്ടിക്കുലർ എക്സ്പേർട്ട് സിസ്റ്റത്തിന് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അതിൽ വരുന്ന പ്രോബ്ലംസ് ആർക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിന് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഡൊമൈൻ നോളജ് എന്ന് പറയുന്നത് ഒരു കോർ നോളജ് ആണെന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോബ്ലം ഡൊമൈൻ എന്ന് പറയുന്നത്. പ്രോബ്ലം ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഡിഫൈൻസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഓർ ടാസ്ക് ദാറ്റ് ദ സിസ്റ്റം ഈസ് ഡിസൈൻ ടു ഹാൻഡിൽ. അതായത് ഒരു സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്തൊരു ടാസ്ക് ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്തൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനെയാണ് എന്ത് പറയുന്നത്, പ്രോബ്ലം ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഇൻ ദ ലീഗൽ ഡൊമൈൻ മൈറ്റ് ഫോക്കസ് ഓൺ കോൺട്രാക്ട് ലോ, വൈൽ അനദർ ഇൻ ദ മെഡിക്കൽ ഡൊമൈൻ എവിടെയാണ് സ്പെഷ്യലൈസ് ചെയ്യുക, കാർഡിയോളജി, അങ്ങനെ പോകും. അപ്പോൾ ഒരു ലീഗൽ ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് കോൺട്രാക്ട് ലോസിനൊക്കെയാണ് അത് നോക്കുക, ഫോക്കസ് ചെയ്യുക മെയിനായിട്ട്. അതേപോലെ മെഡിക്കൽ ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കാർഡിയോളജി അല്ലെങ്കിൽ ഫിസിയോളജി, അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറൈസിലേക്കായിരിക്കും അത് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അടുത്തതാണ് ഫോർവേഡ് സെർച്ച് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർവേഡ് ചെയിനിങ്, അതേപോലെ തന്നെ ബാക്ക്വേർഡ് ചെയിനിങ്, അതിനൊക്കെ പോലെ തന്നെ സെയിം ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫോർവേഡ് സെർച്ച് എന്ന് പറയുന്നത്. In forward search, the system starts from non-facts or initial information and uses rules or inference mechanisms to reach the conclusion. So ഇവിടെ ഒരു ഫോർവേഡ് സെർച്ച് എന്ന് പറയുമ്പോൾ സിസ്റ്റം എങ്ങനെയാണ്, ഒരു ഇനീഷ്യൽ ഇൻഫോർമേഷൻ ആ സിസ്റ്റത്തിൻ്റെ കയ്യിലുണ്ടാവും, എന്താണ് സെർച്ച് ചെയ്യാൻ പോകുന്നതെന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ സെർച്ച് ചെയ്യാൻ പോകുന്ന സംഗതിയെപ്പറ്റി എന്തുണ്ടായിരിക്കും, ഒരു ഇനീഷ്യൽ ഇൻഫോർമേഷൻ ആരുടെ കയ്യിലുണ്ടാവും, ഈ സിസ്റ്റത്തിൻ്റെ കയ്യിലുണ്ടാവും. ഈ ഇനീഷ്യൽ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സെർച്ച് ചെയ്ത് എന്തിനെ കണ്ടുപിടിക്കുക, ഏതാണോ സെർച്ച് ചെയ്യേണ്ടത് അതിനടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്, കുറേ റൂൾസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അത് ഡാറ്റ ഇൻഫർ ചെയ്യാനുള്ള കുറേ മെക്കാനിസംസ് ഉണ്ട്. എന്നിട്ട് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നത്. സോ ഇറ്റ് വർക്ക്സ് ബൈ അപ്ലൈയിങ് റൂൾസ് അല്ലെങ്കിൽ ഓർ നോളജ് ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനർ മൂവിങ് ഫ്രം പ്രിമൈസസ് ടു കൺക്ലൂഷൻസ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, കുറേ പ്രിമൈസസ് ഉണ്ടാവും, അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ദിസ് അപ്രോച്ച് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ റൂൾ ബേസ്ഡ് expert systems where the system follows a chain of rules to make inferences and reach a decision. So ഈ ഒരു അപ്രോച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റംസിലാണ്. ബിക്കോസ് അവിടെ നമുക്ക് എന്താവും, ഈ ചെയിൻ ഓഫ് റൂൾസ് ഉണ്ടാവും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുറേ ഡാറ്റകൾ നമ്മൾ ഇൻഫർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് സെർച്ച് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. സോ ഫോർവേഡ് സെർച്ച് എന്ന് പറയുന്നത് ടിപ്പിക്കലി യൂസ്ഡ് വെൻ ദ ഗോൾ ഈസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഓർ മേക്ക് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ അവൈലബിൾ ഡേറ്റ ആൻഡ് നോളജ്. അപ്പോൾ ഫോർവേഡ് സെർച്ചിൽ ടിപ്പിക്കലി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, വെൻ ദ ഗോൾ ഈസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ, നമ്മുടെ ഗോൾ എന്താണ്, ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനെ ബേസ് ചെയ്തിട്ട്, നമ്മളുടെ കയ്യിലുള്ള അവൈലബിൾ ഡാറ്റേനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നോളജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെർച്ച് നടത്തി
നമുക്ക് വേണ്ട ഗോളിനെ അല്ലെങ്കിൽ സൊല്യൂഷനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫോർവേഡ് സെർച്ചിൽ ചെയ്യുന്നത്. അടുത്തത് ബാക്ക്വേർഡ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അതായത് ഇൻ ബാക്ക്വേർഡ് സെർച്ചിൽ ഇത് സിസ്റ്റം ബിഗിൻസ് വിത്ത് എ ഗോൾ. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഗോളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിനെന്ത് ചെയ്യും? ആ ഒരു ഡിസൈഡ് ഔട്ട്കം, ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വർക്ക്സ് ബാക്ക്വേർഡ് ടു ഡിറ്റർമൈൻ വാട്ട് ഫാക്ട്സ് ഓർ കണ്ടീഷൻസ് മസ്റ്റ് ബി ട്രൂ ടു അച്ചീവ് ദാറ്റ് ഗോൾ. എന്തൊക്കെ ഫാക്ട്സ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് കൺസിഡർ ചെയ്യണം, അതിന് ഒരു ആ പർട്ടിക്കുലർ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെയാണ്, അങ്ങനെ ഒരു ട്രാക്കിലാണ് എന്ത് പോകുന്നത്? ബാക്ക്വേർഡ് സെർച്ച് പോകുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഗോൾ ഡ്രിവൺ റീസണിങ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റംസ് വേർ ദ സിസ്റ്റം ട്രൈസ് ടു ഫൈൻഡ് ദ കോസസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഫോർ എ പെർട്ടിക്കുലർ പ്രോബ്ലം ഓർ എ ഗോൾ. അപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക് സിസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ, അതായത് ഇന്ന അസുഖമാണ് ആൾക്കാരെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ വേണ്ട സിംറ്റംസ് എന്തൊക്കെയായിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയായിരിക്കാം, അങ്ങനെയൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊരു ബാക്ക്വേർഡ് സെർച്ച് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. So backward search can improve the use of backward chaining inference where the system identifies the conditions that need to be satisfied by working backward through knowledge base. അതായത് ബാക്കിലേക്കാണ് പോകുന്നത്. നമുക്ക് ഗോൾ നമ്മുടെ കയ്യിലുണ്ട്, എന്തൊക്കെ ഫാക്ട്സിനെ കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് കൺസിഡർ ചെയ്യണം, അങ്ങനെയുള്ളൊരു ബാക്ക്വേർഡ് ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഈ അപ്രോച്ചാണ് എന്ത് ചെയ്യുന്നത്? ബാക്ക്വേർഡ് സെർച്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് എപ്പോഴാണ് ഇത് യൂസ്ഫുൾ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു വാണ്ട് ടു ഫൈൻഡ് ദ റൂട്ട് കോസ് ഓഫ് എ പ്രോബ്ലം ഓർ ഐഡൻറ്റിഫൈ ദ സ്റ്റെപ്സ് നീഡഡ് ടു അച്ചീവ് എ സ്പെസിഫിക് ഒബ്ജക്റ്റ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ്, അതായത് ഒരു റൂട്ട് കോസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് വേണം ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് റീച്ച് ചെയ്യാനായിട്ട് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ബാക്ക്വേർഡ് സെർച്ചാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഗോൾ സ്റ്റാക്ക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തൊരു സിസ്റ്റം നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് വി ഹാവ് എ പ്ലാൻ, അല്ലേ? നമുക്ക് ആദ്യം ഒരു ഇത് ഉണ്ടാവണം, നമ്മുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ടാവണം. സോ ആ പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെന്ത് ചെയ്യുക? അതിൽ വരുന്ന എല്ലാ സ്റ്റെപ്സും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാനിങ് മെത്തഡാണ് ഗോൾ സ്റ്റാക്ക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ ഗോൾ സ്റ്റാക്ക് പ്ലാനിംഗ് ഈസ് എ ടെക്നിക് ഓഫൺ യൂസ്ഡ് അസോസിയേറ്റഡ് വിത്ത് എ ക്ലാസിക്കൽ AI പ്ലാനിംഗ് സിസ്റ്റംസ് ആൻഡ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്ട്രിപ്സ്. അതായത് സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലം സോൾവർ, അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്ലാനിംഗ് സിസ്റ്റം. ഇൻ ദ ഏർലി 1970s അത് ചെയ്യുന്നത്. ഹിയർ ആർ സം കീ ആസ്പെക്ട്സ് ആൻഡ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എ ഗോൾ സ്റ്റാക്ക് പ്ലാനിംഗ്. ഗോൾ സ്റ്റാക്ക് പ്ലാനിങ്ങിൽ വരുന്ന കുറച്ച് ആസ്പെക്ട്സും കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത്. ദിസ് അപ്രോച്ച് യൂസസ് എ സ്റ്റാക്ക് ഫോർ പ്ലാൻ ജനറേഷൻ. അപ്പോൾ പ്ലാൻ ജനറേഷന് വേണ്ടിയിട്ട് എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാക്കിലാണെങ്കിൽ എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ചെയ്യുന്നത്. സോ ദ സ്റ്റാക്ക് ക്യാൻ കണ്ടെയ്ൻ സബ് ഗോൾ ആൻഡ് ആക്ഷൻസ് ഡിസ്ക്രൈബ്ഡ് യൂസിങ് പ്രെഡിക്കേറ്റ്സ്. സോ പ്രെഡിക്കേറ്റ്സ് വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അതിന് വേണ്ട ആക്ഷൻസും അതിന് വേണ്ട ഗോൾസും ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്രെഡിക്കേറ്റ്സ് വെച്ചിട്ടാണ്. സോ ദ സബ് ഗോൾസ് ക്യാൻ ബി റിസോൾവ്ഡ് വൺ ബൈ വൺ ഇൻ എനി ഓർഡർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സബ് ഗോൾസിൻ്റെ ഏത് ഓർഡറിൽ വേണമെങ്കിലും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ട സ്റ്റെപ്സാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗോൾസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണം. റെപ്രസെൻറ്റേഷൻ ഓഫ് ഗോൾസ് ചെയ്യണം. ആ ഗോൾസിൽ നിന്നും നമുക്ക് എവിടെ നിന്ന് ഇനീഷ്യൽ സ്റ്റേറ്റ് എവിടത്തെ തുടങ്ങണം എന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മളവിടെ പറയണം. ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഫൈൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഗോൾ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് ഗോൾസ്, ആ ഒരു ഓർഡർ നമ്മളവിടെ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആ സ്റ്റാക്കിൽ നമ്മളിടണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സെർച്ച് ഫോർ ആക്ഷൻസ്. ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആക്ഷൻസും മീൻസ് സ്റ്റാക്കിൽ വരുന്ന ഓരോ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് വേണം എന്നുള്ളത് സെർച്ച് ചെയ്യണം. അതേപോലെ തന്നെ ഓരോ സബ് ഗോൾസിനെ നമ്മൾ അച്ചീവ് ചെയ്യണം. ഇനി ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് പോകണം. എന്നിട്ട് ലാസ്റ്റ് വരുന്നതാണ് എന്ത്? ടെർമിനേഷൻ. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്ലാനിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇതാണ് എന്ത്? ഗോൾ സ്റ്റാക്ക് പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഗോൾ സ്റ്റാക്ക് പ്ലാനിങ് പോലെ വരുന്ന പിന്നൊരു പ്ലാനിങ് കോൺസെപ്റ്റാണ് പ്ലാൻ സ്പേസ് പ്ലാനിങ് എന്നുള്ളത്.
അതായത് പ്ലാൻ സ്പേസ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു AI വരുന്നൊരു പ്ലാനിങ് അപ്രോച്ചാണ് ദാറ്റ് ഫോക്കസ് ഓൺ എക്സ്പ്ലോറിങ് ആൻഡ് റെപ്രസെൻറ്റിങ് ദ സ്പേസ് ഓഫ് എ പോസിബിൾ പ്ലാൻസ് ടു സോൾവ് എ ഗിവൺ പ്രോബ്ലം. അതായത് ഇവിടെ മെയിൻലി എന്താ ചെയ്യുന്നത്, AI എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിലാണ്. അതായത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടാകും ഒരു ഗിവൺ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള പ്ലാൻസിനെ ഒരു സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഒരു പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് സ്റ്റെപ്സ് ആണ്. ആൻഡ് എ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഓൺ ദ ഓർഡറിങ് ഓഫ് ദ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാനാണ്. ദ ഗോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാനാണ്. ലോങ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗോൾസിനും അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് അല്ലേ. അപ്പോൾ അതിന് ഓപ്പറേറ്റർ ക്രിയേറ്റ്സ് എ ന്യൂ പ്ലാൻ ഫ്രം എൻ ഓൾഡ് പ്ലാൻ. അതായത് ഒരു ഓപ്പറേറ്റർ എന്ത് ചെയ്യാണ്, നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പ്ലാനിൽ നിന്നും എന്ത് ചെയ്യണം, ഒരു ന്യൂ പ്ലാനിനെ ജനറേറ്റ് ചെയ്യാണ്. സോ അതിന് വേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്. ആദ്യം നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യണം. സെർച്ച് ഇൻ പ്ലാൻ സ്പേസിൽ നമ്മൾ സെർച്ച് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പ്ലാനിൻ്റെ ഓപ്പറേറ്റേഴ്സിനെ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓരോ പ്ലാനിൻ്റെയും ക്വാളിറ്റി എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഹ്യൂറിസ്റ്റിക് ആൻഡ് സെർച്ച് ആൽഗോരിതംസ് യൂസ് ചെയ്യണം. എന്നിട്ട് ആൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഓരോ പ്ലാനിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാനിൻ്റെ മോഡിഫിക്കേഷൻസ് വരുത്താം. അതേപോലെ ബാക്ക് ട്രാക്കിംഗ് ചെയ്തിട്ട് ഓരോന്നിനും നമുക്ക് റിപ്പയർ ചെയ്യാം. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ ദെൻ എന്താണ് ചെയ്യണത്, ടെർമിനേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻ സ്പേസ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് പ്ലാനുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലാനിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിൻ്റെ ക്വാളിറ്റി ഇവാലുവേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ബെസ്റ്റ് സൊല്യൂഷനായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു പ്ലാനിങ്ങിലൂടെ കിട്ടുക, പ്ലാൻ സ്പേസ് പ്ലാനിങ്ങിലൂടെ കിട്ടുക. നെക്സ്റ്റ് വരുന്നതാണ് ഗ്രാഫ് പ്ലാൻ എന്ന് പറയുന്നത്. So in artificial intelligence, a graph plan എന്ന് പറയുന്നത് typically refers to a representation and planning technique used in automated planning and scheduling ആണ്. അപ്പോൾ ഇവിടെ ഗ്രാഫ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ടെക്നിക്ക് നമ്മൾ എന്താണ് യൂസ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്ലാനിങ്ങും അതേപോലെ തന്നെ ആ പ്ലാൻസിന് ഷെഡ്യൂളും ചെയ്യാൻ പറ്റണം. അതാണ് ഗ്രാഫ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഗ്രാഫ് പ്ലാൻ എന്ന് പറയുന്നത് ഇസ് എ മെത്തേഡ് ഫോർ സോൾവിങ് പ്രോബ്ലംസ് ബൈ റെപ്രസെൻറ്റിംഗ് ദം ആസ് എ ഗ്രാഫ് ഓർ നെറ്റ്വർക്ക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, പേര് പോലെ തന്നെ ഗ്രാഫ് ബേസ്ഡ് പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട ഓരോ മെത്തേഡ്സും അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ട ഓരോ മെത്തേഡ്സിനും നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്, ഗ്രാഫായിട്ടോ അല്ലെങ്കിൽ വല്ല നെറ്റ്വർക്കായിട്ടോ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ വേർഡ് നോട്ട്സ് റെപ്രസെൻറ്റ് സ്റ്റേറ്റ്സ് ഓർ ആക്ഷൻസ് ആൻഡ് എഡ്ജസ് റെപ്രസെൻറ്റ് ട്രാൻസിഷൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ഓർ ആക്ഷൻസ്. സോ ഓരോ നോട്ട്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഓരോ ആക്ഷൻസിനെയാണ്. അതേപോലെ ഓരോ എഡ്ജസ് റെപ്രസെൻറ്റ് ചെയ്യണത് എന്താണ്, ട്രാൻസിഷൻസ് ബിറ്റ്വീൻ ഓരോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആക്ഷൻസ് തമ്മിലുള്ള ട്രാൻസിഷൻസ് ആണ് എഡ്ജസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഗ്രാഫ് പ്ലാൻ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി നോൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇറ്റ്സ് എഫിഷ്യൻസിയാണ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള പ്ലാനിങ് പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ ഈ AI വരുന്ന പ്ലാനിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഗ്രാഫ് പ്ലാനിന് സാധിച്ചിട്ടുണ്ട്. സോ ഗ്രാഫ് ബേസ്ഡ് പ്ലാനിങ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ AI ഫോർ വാരിയസ് അപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിങ് റോബോട്ടിക്സ്, ഷെഡ്യൂളിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്. അതേപോലെ തന്നെ വെർ ഫൈൻഡിങ് എ സീക്വൻസ് ഓഫ് ഫോർ ആക്ഷൻസ് ടു അച്ചീവ് എ ഗോൾ ഇസ് ക്രൂഷ്യലാണ്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രക്ചർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ടു അപ്രോച്ച് പ്ലാനിങ് പ്രോബ്ലംസ്. അപ്പോൾ നമ്മുടെ വരുന്ന പ്ലാനിങ് പ്രോബ്ലംസിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്രോച്ച് ചെയ്യാൻ പറ്റാനാണ് നമ്മൾ ഗ്രാഫ് പ്ലാൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്സാണ് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ, ഓരോ സ്റ്റേറ്റ് സ്പേസിനും റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഗോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഗോൾസിനും അവിടെ സ്പെസിഫൈ ചെയ്യുക. സെർച്ചിങ് അൽഗോരിതംസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഹ്യൂറിസ്റ്റിക്സ്, അതായത് അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഗ്രാഫ് പ്ലാനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാനിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് കൺസ്ട്രെയിൻഡ് പ്രൊപ്പഗേഷൻ. സോ കൺസ്ട്രെയിൻഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ളതാണ്. സോ ഈ കൺസ്ട്രെയിൻഡ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലംസും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ കൺസ്ട്രെയിൻഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സിംപ്ലി and solve problems where variables are subject to constraints that is limit their possible values. അതായത്
By propagating constraints, you can often reduce the search space dramatically, making it easier to find a solution or determine that no solution exists. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് സ്പേസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഈ സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈസിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു സെർച്ച് സ്പേസിനെ ഗ്രാമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു സൊല്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യാനും, ഇനിയിപ്പോൾ ഒരു സൊല്യൂഷനും അതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനും എന്തുകൊണ്ട് പറ്റണം, നമ്മുടെ ഈ കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ വഴി നമുക്ക് സാധിക്കും. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇൻ ഡിറ്റക്റ്റിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഡെഡ് എൻഡ്സ് ഓർ ഇൻകൺസിസ്റ്റൻസീസ് ഏർലി ഇൻ സെർച്ച് പ്രോസസ്സ്. അപ്പോൾ ചിലതെന്ന് വെച്ചാൽ ഒരു സെർച്ച് പ്രോസസ്സ് നമുക്ക് അവസാനം എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സെർച്ച് ഇതിലില്ല അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന സാധനം ഇല്ല എന്നുള്ള കാര്യം നമ്മളറിയാം. അപ്പോൾ അത്രയും നേരത്തെ ടൈം അല്ലെങ്കിൽ നമ്മുടെ ആ എഫേർട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി എടുത്ത ഓരോ കാര്യങ്ങളും നമുക്ക് വെറുതെ ഒരു ലോസാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ. അതായത് നമുക്ക് നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്ത് നമ്മുടെ ഡെഡ് എൻഡ്സ് ആണോ അല്ലയോ എന്നുള്ളത്, ഡെഡ് എൻഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻകൺസിസ്റ്റൻസീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും സെർച്ച് പ്രോസസ്സിൽ വരുന്നത്. സോ അൺനെസസറി ആയിട്ടുള്ള ബാക്ക് ട്രാക്കിങ്സ്, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ദൂരം പോകണം, എന്നിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ തിരിച്ചു വരണം, എന്നിട്ട് വീണ്ടും അടുത്തേക്ക് പോകണം അല്ലേ. അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് മാറ്റിയിട്ട് എവിടെയാണുള്ളത് കറക്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെയുള്ള ഈ ബാക്ക് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ വഴി സാധിക്കുന്നുണ്ട്. സോ കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു കീ ടെക്നിക്കാണ് എ ഐയിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? സോൾവിങ് പ്രോബ്ലംസ് ദാറ്റ് ഇൻവോൾവ് കൺസ്ട്രെയിൻസ് ഓൺ വേരിയബിൾസ്. കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മേക്കിംഗ് ഇറ്റ് പോസിബിൾ ടു എഫിഷ്യൻ്റ്ലി എക്സ്പ്ലോർ ആൻഡ് റെഡ്യൂസ് സെർച്ച് സ്പേസ്. എഫിഷ്യൻ്റ്ലി നമുക്കതിനെ എക്സ്പ്ലോർ ചെയ്യാനും അതേപോലെ തന്നെ സെർച്ച് സ്പേസിനെ റെഡ്യൂസ് ചെയ്യാനും കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്ഫുള്ളായിട്ട് നല്ല എഫിഷ്യൻ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡെഡ് എൻഡ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിൽ വരുന്ന ഇൻകൺസിസ്റ്റൻസീസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്തിട്ട് സെർച്ചിങ് പ്രോസസ്സുകളെ കുറച്ചും കൂടി എഫിഷ്യൻ്റാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആദ്യം പറ്റും ഈ കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഡിസൈൻഡ് ടു സോൾവ് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിന് സോൾവ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഒരു ഹ്യൂമൻ എക്സ്പേർട്ടിന് അതേ ഒരു എബിലിറ്റിയിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്താനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്പേർട്ട് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് പെർഫോംസ് ദിസ് ബൈ എക്സ്ട്രാക്ടിങ് നോളജ് ഫ്രം ഇറ്റ്സ് എ നോളജ് ബേസ് യൂസിങ് റീസണിങ് ആൻഡ് ഇൻഫറൻസ് റൂൾസ് അക്കോർഡിംഗ് ടു ദ യൂസർ ക്വയറീസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു എക്സ്പേർട്ട് സിസ്റ്റം ആണെങ്കിലും അതിനെന്ത് വേണം, ഒരു നോളജ് ബേസ് വേണം. അപ്പോൾ ആ നോളജ് ബേസ് അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ ടാസ്കുകളൊന്നും ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിന് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോളജ് ബേസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു എന്താ പറയുക പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക. So the performance of an expert system is based on the expert's knowledge stored in the knowledge base. So the more knowledge stored in the knowledge base, the more system improves its performance. അപ്പോൾ അതിൽ ഒരു നോളജ് ബേസിൽ നമ്മുടെ ഡേറ്റാസ് നോളജ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, അതിൻ്റെ പെർഫോമൻസും അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നോളജ് കൂടുന്തോറും ഈ പറഞ്ഞ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യും. സോ വൺ ഓഫ് ദ കോമൺ എക്സാമ്പിൾസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം ഈസ് എ സജഷൻ ഓഫ് എ സ്പെല്ലിംഗ് errors while typing in the Google search box. ഗൂഗിൾ സെർച്ച് ബോക്സിലൊക്കെ നമ്മൾ സ്പെല്ലിംഗ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കതിൽ സജഷൻസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ AI-ൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് യൂസർ ഇൻ്റർഫേസ്, അതേപോലെ ഒന്ന് ഇൻഫറൻസ് എൻജിൻ, അതേപോലെ തന്നെ വരുന്നതാണ് നോളജ് ബേസ്. അങ്ങനെ 3 സോ നോളജ് ബേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ഹ്യൂമൻ എക്സ്പേർട്ട് ഉണ്ട്, ഇവിടെ ഒരു നോളജ് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യും, ഒരു യൂസർ ഉണ്ട്, അയാൾ എക്സ്പേർട്ട് ആവാം അല്ലാതിരിക്കാം. സോ ഇയാൾ എന്ത് ചെയ്യും, ഈ ഇൻ്റർഫേസ് വഴി എന്ത് ചെയ്യും, ഈ പറഞ്ഞ നോളജ് ബേസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇൻഫറൻസ് എഞ്ചിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻ്റർഫേസിൽ നിന്ന് ഡാറ്റ നോളജ് ബേസിൽ കൊടുക്കുന്നതും നോളജ് ബേസിൽ നിന്ന് ഡാറ്റ എടുത്ത് യൂസർക്ക് കൊടുക്കുന്നതും ആരാണ്, ഈ ഇൻഫറൻസ് എഞ്ചിനാണ്. അപ്പോൾ ഈ 3 കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്സ്പേർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യും.
അതിൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആരാണോ ഈ ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിനെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ആരാണോ അതാണ് ആര് യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ഇൻഫറൻസ് എഞ്ചിൻ ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് ദ എക്സ്പെർട്ട് സിസ്റ്റം. അതായത് ഇറ്റ് ഈസ് ദ മെയിൻ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫ് ദ സിസ്റ്റം. അതായത് ഇറ്റ് അപ്ലൈസ് ഇൻഫറൻസ് റൂൾസ് ടു ദ നോളജ് ബേസ് ടു ഡിറൈവ് എ കൺക്ലൂഷൻ ഓർ ഡിഡ്യൂസ് എ ന്യൂ ഇൻഫർമേഷൻ. അപ്പോൾ പുതിയ ഇൻഫോർമേഷൻസ് ഡിഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യാനും ഒക്കെ നോളജ് ബേസിൽ നിന്ന് എടുക്കാനൊക്കെ ഡേറ്റ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇൻഫറൻസ് എഞ്ചിൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ റൂൾസ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറൈവിങ് ആൻ എറർ ഫ്രീ സൊല്യൂഷൻ ഓഫ് ക്വറീസ് ആസ്ക്ഡ് ബൈ ദ യൂസർ. അപ്പോൾ യൂസർ ചോദിക്കുന്ന ക്വറീസിന് എറർ ഫ്രീ ആയിട്ടുള്ളൊരു സൊല്യൂഷൻസ് കൊടുക്കാൻ ആർക്ക് പറ്റും, ഇൻഫറൻസ് എഞ്ചിന് സാധിക്കും. അടുത്തതാണ് നോളജ് ബേസ്. നോളജ് ബേസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആണ്. അതായത് ഇത് എന്താ സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് അക്വയർഡ് ഫ്രം ദ ഡിഫറെൻറ്റ് എക്സ്പേർട്സ് ഓഫ് ദ പെർട്ടിക്കുലർ ഡൊമൈൻ. ഒരു പെർട്ടിക്കുലർ ഡൊമൈനിലുള്ള എക്സ്പേർട്സിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് നോളജസ് അത് അക്വയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. സോ നോളജ് റെപ്രസെൻറ്റേഷൻ ഇൻ എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സ്പേർട്ട് സിസ്റ്റത്തിൽ നോളജുകളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ്. It is responsible for representing information about the real world. റിയൽ വേൾഡിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മെയിൻലി എക്സ്പെർട്ട് സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ക്യാൻ യൂട്ടിലൈസ് ദിസ് നോളജ് ടു സോൾവ് ദ കോംപ്ലക്സ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. സോ കോംപ്ലക്സ് ആയിട്ട് വരുന്ന റിയൽ വേൾഡ് പ്രോബ്ലംസിലേക്ക് സോൾവ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇതിലുള്ള ഈ പറഞ്ഞിട്ടുള്ള നോളജുകളെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മെഡിക്കൽ കണ്ടീഷൻസിനെ ഡയഗ്നോസ് ചെയ്യാനും അതേപോലെ നാച്ചുറൽ ലാംഗ്വേജിൽ വെച്ചിട്ട് ഹ്യൂമൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള നോളജുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോളോവിങ് അത് കൈൻഡ് ഓഫ് നോളജ് വിച്ച് നീഡ്സ് ടു ബി റെപ്രസെൻറ്റഡ് ഇൻ AI സിസ്റ്റംസ്. AI സിസ്റ്റംസിൽ പൊതുവായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന നോളജുകളാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഗിത്താർ ആവാം, ട്രംപറ്റ്സ് ആവാം, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ. അതായത് എന്ത് വേണമെങ്കിലും ഒബ്ജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ ആക്ഷൻസ്, നമ്മളുടെ വേൾഡിൽ ഉണ്ടാവുന്ന ഓരോ ആക്ഷൻസിനെയും നമുക്ക് എന്താക്കാം, ഇവൻറ്റ്സ് ആക്കാം. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. മെറ്റാ നോളജ് എന്ന് പറയുന്നത് ഇറ്റ് നോളജ് അബൌട്ട് വാട്ട് വി നോ, നമുക്ക് എന്താ അറിയാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജാണ് മെറ്റാ നോളജ് എന്ന് പറയുന്നത്. ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട്സ് ആർ ദ ട്രൂത്ത്സ് അബൌട്ട് ദ റിയൽ വേൾഡ് ആൻഡ് വാട്ട് വി റെപ്രസെൻറ്റ്. നമ്മൾ എന്താണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മളെ എന്തൊക്കെ ട്രൂത്ത്സ് ആണോ റിയൽ വേൾഡിനെ പറ്റിയുള്ള ഫാക്ട്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, അതൊക്കെ എന്താണ് ഈ ഫാക്ട്സ് എന്ന് പറഞ്ഞ സംഭവത്തിൽ വരുന്നതാണ്. അതേപോലെ തന്നെയാണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. സോ നോളജ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. നമ്മളുടെ മെയിനായിട്ട് വരുന്ന എല്ലാ നോളജസും ആ ഒരു പെർട്ടിക്കുലർ ഒരു ടാസ്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് അതിന് ഒരു എക്സ്പെർട്ട് സിസ്റ്റത്തിൽ പെർഫോം ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടാവുക, അതിന് വേണ്ട നോളജുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഒരു നോളജ് ബേസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു എന്താണ് ഏജൻസ് ആണ്. സെൻട്രൽ കമ്പോണൻറ്റ് ഓഫ് എ നോളജ് ബേസ്ഡ് ഏജൻസ് ഈസ് എ നോളജ് ബേസ്. എല്ലാത്തിനും ഒരു സെൻട്രൽ കമ്പോണൻ്റാണ് എന്ത് നോളജ് ബേസ് എന്ന് പറയുന്നത്. നോളജ് ബേസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എക്സ്പെർട്ട് സിസ്റ്റം നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. സോ എക്സ്പെർട്ട് സിസ്റ്റം ടൂൾസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ആണ് മൈസിൻ. സോ ഹ്യൂമൻ എക്സ്പേർട്സ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇൻ ദ മെഡിക്കൽ ഫീൽഡ് ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ കോസസ്, സിംറ്റംസ് ആൻഡ് അതർ നോളജ് ഇൻ ദാറ്റ് ഡൊമൈൻ. അപ്പോൾ ഈ മൈസിൻ എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൻ എക്സ്പേർട്ടുകളൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡുകൾ ഏതൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതിൻ്റെ സിംറ്റംസ്, ഇതൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ മൈസിൻ യൂസ്ഡ് എ റൂൾ ബേസ്ഡ് നോളജ് റെപ്രസെൻറ്റേഷൻ. മൈസിൻ എന്ന് പറയുമ്പോൾ ഒരു റൂൾ ബേസ്ഡ് നോളജ് റെപ്രസെൻറ്റേഷൻ സിസ്റ്റമാണ്. ഇറ്റ് ഹാഡ് ആൻ എക്സ്റ്റെൻസീവ് നോളജ് ബേസ് കംപ്രൈസിങ് എ ലാർജ് നമ്പർ ഓഫ് റൂൾസ്. അതിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ദീസ് റൂൾസ് വെർ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഈഫ് ദെൻ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ആ റൂളുകളൊക്കെ എഴുതിയിട്ടുള്ളത്. സോ വെർ ദ സിസ്റ്റം വുഡ് മാച്ച് പേഷ്യൻ്റ് ഡാറ്റ ടു ദോസ് റൂൾസ് ടു മേക്ക് എ ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ വരുന്ന പേഷ്യൻസിൻ്റെ എന്താണ് സിംറ്റംസും നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻസും ഒക്കെ ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും.
അതേപോലെ തന്നെ വരുന്നതാണ് ഈ മൈസ് എന്ന് പറയുന്നത്. സോ ഇത് ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ടു അലോ എക്സ്പേർട്ട് സിസ്റ്റംസ് ടു ബിൽഡ് ഇൻ ഡിഫറെൻറ്റ് ഡൊമൈൻസ് സച്ച് എസ് എഞ്ചിനീയറിംഗ് ആവാം, ഫിനാൻസ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ജനറലൈസ്ഡ് കാറ്റഗറിയിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് പെടുത്താം, ഈ മൈസ് നമുക്ക് അപ്രോച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൈസിൻ became a foundation for the many expert systems in areas such as medical diagnostics ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫോൾട്ട് ഡയഗ്നോസിസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ സിസ്റ്റംസിലൊക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഈ മൈസിൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഡയഗ്നോസ് ചെയ്തെടുക്കാനും അതിൽ വരുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്ട് സിസ്റ്റംസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 4th മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് ഡൊമൈൻ, അതേപോലെ തന്നെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് സെർച്ച്, ഗോൾ സ്റ്റാക്ക് പ്ലാനിങ്, പ്ലാൻ സ്പേസ് പ്ലാനിങ്, പിന്നെ വരുന്നത് ഗ്രാഫ് പ്ലാനാണ്. അടുത്തത് കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷൻ, എക്സ്പേർട്ട് സിസ്റ്റം. എക്സ്പേർട്ട് സിസ്റ്റത്തിൽ തന്നെ അങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതേപോലെ തന്നെ 2 സിസ്റ്റം ടൂൾസ്, മൈസിൻ ആൻഡ് ഇമൈസിൻ. ഇത്രയും കാര്യങ്ങളാണ് 4th മൊഡ്യൂളിൽ വരുന്നത്.